ശുഭകരമാകട്ടെ, ദൈവകൃപ നിറഞ്ഞതാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശംസിക്കാം. ഈ സമ്മേളനം തിരിതെളിച്ച് ഉദ്ഘാടനം ചെയ്തു. ഇനിയും നിങ്ങളൊക്കെ വിശാലമായ CMI സഭയിലെ അംഗങ്ങളാണ്. ഞങ്ങൾ CMI തുടങ്ങിയിട്ടുണ്ട്. അത് പ്രായോഗികമാക്കുന്നത് ഇങ്ങനെയുള്ളതായ സമ്മേളനങ്ങളിലൂടെയാണ്. വിശാലമായ CMI കുടുംബത്തിലെ അംഗങ്ങളാണ്, അധ്യാപകരും മാതാപിതാക്കന്മാരും എല്ലാം. നിങ്ങൾക്ക് ഈ പൈതൃകമായ ആധ്യാത്മികതയുടെ ഒരു പങ്ക് ലഭിക്കുന്നുണ്ട്, അതിൻ്റെ കൃപയും ലഭിക്കുന്നു. പ്രാർത്ഥനകൾ എല്ലാ ദിവസവും ഞങ്ങൾ ഉപകാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. വൈകുന്നേരത്തെ നമസ്കാരത്തിന് ശേഷം പ്രത്യേകമായ പ്രാർത്ഥന ഉപകാരികളെ ഓർക്കുന്നു, പ്രാർത്ഥനയുണ്ട്. അത് ശേഷം അല്പനേരം ധ്യാനിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട്, അന്ന് പഴയ ഒരു കാലം തുടങ്ങിയിട്ടുള്ളതാണ്, അല്പനേരം പ്രാർത്ഥിച്ച് ഒരു സ്വർഗസ്ഥനായ പിതാവെ അവർക്ക് വേണ്ടി ചെയ്യണം. അത് മാത്രമല്ല, അതൊരു ട്രഡീഷനായിട്ട് ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെതായ അനുഗ്രഹമെല്ലാം നമ്മൾ പങ്കുവെക്കുന്നുണ്ട്. അകമഴിഞ്ഞ് ഔദാര്യത്തോടു കൂടി നിങ്ങൾ തന്ന, നിങ്ങളുടെ മക്കൾക്ക് തന്നതിനെ ഞാൻ സഭയുടെ പേരിൽ നിങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. ഒത്തൊരുമിച്ച് നമുക്ക് മുന്നേറാം. നല്ല സന്യാസ വൈദിക ശുശ്രൂഷകരായി ഇവർ അവസാനം വരെ നിലനിൽക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും, ഇവിടെ വന്നുകൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കും. ഫ്ലാമ 2014 ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ച ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛന് വളരെ നന്ദി. യേശുവിനും അതൊക്കെ പാടാൻ ഇവിടെ വേറെ പിള്ളേരുണ്ട്. ഈ പാട്ട് പാടാനോ? ഈ പാട്ട് ആര് പാടാനോ? കാണണോ? കാണണോ? ഒരു ഗാനത്തിലൂടെ നമ്മുടെ മനസ്സിനെ കുളിരണിക്കാൻ എഴുതുന്നു ബ്രദർ ലിജു ചാക്കോ. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. 12 നക്ഷത്ര മുടിയുള്ളോരമ്മേ, പാതാര വൃന്ദത്തിൽ ചന്ദ്രൻ. 12 നക്ഷത്ര മുടിയുള്ളോരമ്മേ, പാതാര വൃന്ദത്തിൽ ചന്ദ്രൻ. സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുമ്പോൾ സൂര്യനെക്കാളും നിൻ തേജസ്വിനി. സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുമ്പോൾ സൂര്യനെക്കാളും നിൻ തേജസ്വിനി. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. ഘോര സർപ്പത്തിന്റെ തല തകർക്കാനായി നാഥൻ അയച്ചോരന്നമ്മേ. ഘോര സർപ്പത്തിന്റെ തല തകർക്കാനായി നാഥൻ അയച്ച
വെച്ചോരന്നമ്മേ അമല മനോഹരി അമ്മയല്ലേ ഇപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കണേ അമല മനോഹരി അമ്മയല്ലേ ഇപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കണേ യേശുവിനമ്മേ മാതാവേ അരുമസുതർക്ക് ആലംബമേ ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. ഓ ഓ എന്നാ പാട്ടായിരുന്നു. അതാണ് ഞങ്ങൾ ജിഞ്ചു. ഈ ഗസബസ് ഗസബസിലൊക്കെ പുള്ളി വലിയ ആളാ. എന്തോ ഈ ഗസബസ് ഗസബസ്? അത് ഈ പാട്ടിന്റെ ഓ ഞാൻ അതല്ലേ അതന്നെ അടുത്ത പരിപാടി. അടുത്ത പരിപാടി ഉണ്ടായിരുന്നു അധ്യക്ഷ പ്രസംഗം. അധ്യക്ഷ പ്രസംഗത്തിനായി ഏറ്റവും സ്നേഹാദരവോടെ ലഡ്വിക് പാതികലസനെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹ ബഹുമാനപ്പെട്ട പ്രൊഫസരച്ച, ബഹുമാനപ്പെട്ട റെക്ടറച്ച, കലാലയച്ച, രൂപിയച്ച, സാറെ കഴിഞ്ഞ ചന്ദ്രാച്ചന്മാരോട് കട്ടോൾ പുറകിലുണ്ടെന്ന് അറിയാമല്ല. പിന്നെ ഇവരുടെ അധ്യാപികമാരും അധ്യാപകന്മാരുമായിട്ടുള്ള ആളുകളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, ഇവരുടെ ബന്ധുമിത്രാദികളെ, ഞാനിങ്ങനെ ഇവിടെ നിൽക്കേണ്ട ആളല്ല, ഒരു അബദ്ധത്തിൽപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു നല്ല പ്രിയോറിച്ചനുണ്ടായിരുന്നു. മിനിയാന്ന് ആ പ്രിയോറിച്ചനെ ജനറാളച്ചൻ്റെ കൺസൾട്ടറായിട്ട് അല്ലെങ്കിൽ സെക്രട്ടറി ആയിട്ട് വിളിച്ചുകൊണ്ട് പോയി അപ്രതീക്ഷിതമായിട്ട്. അപ്പോൾ പിന്നെ അടുത്ത എഴുന്നേറ്റ് നടക്കാവുന്ന പ്രായമുള്ള ആൾ ഞാനായതുകൊണ്ട് ഇപ്പം ആ സ്ഥാനം വേറെ ഇല്ലാതെ അനാഥമായിട്ട് പോകാൻ പറ്റുകയല്ലോ, നമ്മുടെ സ്ഥാപനമല്ലേ. അങ്ങനെ ഒരു ഗതികേടിനകത്ത് ഇങ്ങനെ വന്നിരിക്കുന്നത്, അല്ലെ ഇവിടെ കയറി ഇരിക്കാനോ ഒന്നും ഒരു സാധ്യതയില്ല. അച്ഛനെ പോലെ അവിടെ അങ്ങനെ ഇരുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ സംഭവിച്ചതാണ്. അതിപ്പോൾ കൊണ്ട് കുഴപ്പമില്ല. ഇന്ന് നമുക്ക് ഏറെ സന്തോഷകരമായ ഒരു ദിവസമാണ്. ഈ കുഞ്ഞുമക്കൾ ഇവിടെ വന്നിട്ട് 10 മാസം കഴിഞ്ഞു. പക്ഷെ ഈ 10 മാസം കൊണ്ട് അവർ പഠിച്ച കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ലോകത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലോ അങ്ങനെ ഈ 10 മാസം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ പഠിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ റിപ്പോർട്ട് വായിച്ച് കേട്ടപ്പോൾ നിങ്ങൾ കാണിച്ചു എന്തെല്ലാം കാര്യങ്ങളെ പഠിച്ചത്, എന്തെല്ലാം കാര്യങ്ങളെ ചെയ്തത്. ഇനി കേരളത്തിന് ഇവിടുന്ന് തെക്കോട്ടും പടിഞ്ഞാട്ടുമുള്ള സ്ഥലങ്ങളിൽ ഇനി അവർ കാണാത്ത സ്ഥലമൊന്നുമില്ല. ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്, പോകുന്നുണ്ട്. അതെന്ത് നല്ല ഇതുപോലുള്ള കൊച്ചന്മാരൊക്കെ റെക്ടർമാരാക്കിയാലുള്ള ഗുണം അതാണ്. ഈ വയസ്സിനെ ഒരിക്കൽ കുറച്ചാൾ ഒരു കൊല്ലത്തേക്ക് ആക്കിയായിരുന്നു. ഞാൻ പറഞ്ഞു, ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ പറഞ്ഞു പൊന്നച്ച എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞ് ഞാൻ മാറിയതാണ്. ഒരു രക്ഷയില്ല. ഇതുപോലെ കോടാനൊക്കെ നമ്മളെ കൊണ്ട് വലിയ നടക്കുമോ? ഇപ്പം ഈ പിള്ളേരുമായിട്ട് ഡയറക്റ്റായിട്ട് എനിക്ക് പ്രാർത്ഥനാ ബന്ധമല്ലാതെ വേറെ ഒരു ബന്ധം ഇപ്പം ഇല്ല. ക്ലാസ്സൊക്കെ എടുത്തിരുന്നു. ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലം പറഞ്ഞു പറ്റിയാല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അവർ കാണുന്നുണ്ട്. പക്ഷേ അവരിൽ ഉണ്ടായിരിക്കുന്ന വളർച്ച എന്ന് പറയുന്നത് അത്ഭുതം.